എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ എനിക്ക് പഠിക്കാനായിട്ട്. മഴയുണ്ട്, പിന്നെന്താ ഗ്യാസ് തീർന്നുകൊണ്ട് ഇത് മൊത്തം വിറകിലായിരുന്നു കുക്കിങ്ങൊക്കെ ഉണ്ടായിരുന്നേ. ഞാനും മോനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് പഠിക്കാൻ കുറച്ച് സമയം കിട്ടി. അവൻ കുറേ നേരം ഉറങ്ങുകയൊക്കെ ചെയ്തുകൊണ്ട് പിന്നെ വേഗം പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കറണ്ട് അഫെയർ പോയിട്ടാണ് പഠിച്ചത്. കാരണം എനിക്ക് കറണ്ട് അഫെയർ വിട്ടിട്ടൊരു കളിയില്ല. കാരണം എനിക്ക് ഭയങ്കര മടിയാണ് കറണ്ട് അഫെയർ പഠിക്കാനായിട്ട്. ഇനി അങ്ങോട്ട് കറണ്ട് അഫെയർ ഡെയിലി പഠിച്ചാൽ ശരിയാവുള്ളൂ എന്ന് ആ ഒരു ഇതുകൊണ്ട് ഞാൻ പഠിക്കുകയാണ്. അപ്പോൾ ജനുവരി ഫെബ്രുവരി ക്ലോസ് 2025 മാർച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 3 ദിവസം, ഇനി ഒരു 2 ദിവസം കൂടി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ മാർച്ചിലത്തെ കറണ്ട് അഫെയർ കഴിയും. അപ്പോൾ അതാണ് കുറേ സമയം എടുത്തിട്ട് പഠിച്ചത്. കുറേ സമയമൊന്നുമില്ല, ഒരു രസം പോലെ എനിക്ക് നടന്ന് പഠിക്കുമ്പോൾ ഒരു രസം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എന്താ അങ്ങനെ പഠിക്കാനും പറ്റുന്നുണ്ട്. ഒരേ സമയത്ത് ഇരുന്ന് പഠിക്കുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓൾറെഡി മൈൻഡൊക്കെ എന്ന് വെച്ചാൽ ആ സമയത്ത് ഇങ്ങനെ വേറെ വഴിക്ക് പോകുന്നുണ്ട്. പിന്നെ ചില സമയത്ത് സങ്കടം വരും. അപ്പോൾ പഠിക്കാനായിട്ട് തോന്നില്ല, പിന്നെ എന്താ ചെയ്യുക എന്നൊക്കെ തോന്നും. അങ്ങനെ അപ്പോൾ ഞാൻ നടന്ന് പഠിക്കുമ്പോൾ അത് വലിയ പ്രശ്നത്തേക്ക് വരില്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ കുറേ നേരം ഞാൻ വായിച്ച് പഠിക്കും, പിന്നെ കുറച്ച് നേരം ഇരിക്കും, അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് നമ്മൾ കഴിഞ്ഞ സിലബസിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഗൾ സുൽത്താനേറ്റ്, ഡൽഹി സുൽത്താനേറ്റിൻ്റെയും മുഗളിൻ്റെയും വിജയനഗരത്തിൻ്റെ ഒക്കെ ഇച്ചിരി ലോങ് ടോപ്പിക് ആയതുകൊണ്ട് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും എനിക്കിഷ്ടമല്ലാത്തൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ പാടാണ് അത് പഠിക്കാനായിട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അപ്പം ഞാൻ എൻ്റെ SCERT ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, അതാവുമ്പോൾ നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് മൊത്തം തന്നിട്ടുണ്ട് പഠിക്കാനുള്ളതൊക്കെ. അപ്പോൾ കുറച്ചധികം ചാപ്റ്റേഴ്സ് തന്നെ ഉണ്ട് പഠിക്കാനായിട്ട്. പക്ഷെ നമ്മൾ PDF ഒക്കെ എടുത്തിട്ട് വായിച്ച് പഠിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിജയനഗരം, മുഗൾ സാമ്രാജ്യം, മറാത്ത സാമ്രാജ്യം, ശരിക്കും സിലബസിൽ മറാത്ത സാമ്രാജ്യം ഇല്ല, പക്ഷെ നമ്മളതിൽ വരുന്നുണ്ട്. മധ്യകാല ഇന്ത്യയിൽ പേര് കൊടുത്തിട്ടില്ലെങ്കിലും മിഡീവൽ ഇന്ത്യയിൽ മറാത്ത സാമ്രാജ്യം വരുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ കലാസാഹിത്യം, പ്രാദേശിക ഭാഷകളുടെ വളർച്ച, ഇതൊക്കെ ആ സൊസൈറ്റി സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന ഭാഗത്ത് വരുന്നുണ്ട്. അങ്ങനെ അപ്പോൾ കുറച്ച് ഏരിയാസ് നോക്കാം ഏതൊക്കെയാണ്. മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ വരുന്നുണ്ട്. മധ്യകാല ഇന്ത്യ രാജ്യസങ്കല്പം ഭരണരീതി എന്ന് പറഞ്ഞിട്ടുള്ള 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ വരുന്നുണ്ട്. പിന്നെ NCERT ചാപ്റ്റർ ആയിട്ടുള്ള ക്ലാസ് 7 ചാപ്റ്റർ 3 ആയിട്ടുള്ള ഡൽഹി 12th to 15th century എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററും വരുന്നുണ്ട്. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ദെൻ 9ാം ക്ലാസ്സിലത്തെ ഓൾറെഡി പറഞ്ഞു. ദെൻ +2 SCERT ആണ്. +2 ചാപ്റ്റർ 7 ഒരു രാജകീയ തലസ്ഥാനം വിജയനഗരം എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ. ദെൻ NCERT തന്നെ ക്ലാസ് 7 ചാപ്റ്റർ 4 ദ മുഗൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ വരുന്നുണ്ട്. അപ്പോൾ അതല്ലാതെ കുറച്ചധികം ചാപ്റ്റർ വരുന്നുണ്ട്. പിന്നെ പറയുന്നത് +2 തന്നെ കർഷകരും സെമിന്ദാർമാരും രാഷ്ട്രവും എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ. പിന്നെ ചാപ്റ്റർ 9 ആയിട്ടുള്ള രാജാക്കന്മാരും ദിനവൃത്താന്തങ്ങളും മുഗൾ രാജ്യസഭകൾ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ. പിന്നെ 7ാം ക്ലാസ്സിലത്തെ NCERT ചാപ്റ്റർ 4 8 18th century പൊളിറ്റിക്കൽ ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള NCERT ചാപ്റ്റർ. കുറച്ചധികം ചാപ്റ്റേഴ്സ് കണ്ടില്ലേ. അപ്പോൾ ഇത്രയാണ് വലിയധികം ചാപ്റ്റർ ഉണ്ട് പഠിക്കാനായിട്ട്. മധ്യകാല ഇന്ത്യ കലയും സാഹിത്യവും, മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ, അങ്ങനെ നീണ്ട നിരയാണ് പോകുന്ന ചാപ്റ്റേഴ്സിൻ്റെ. നിങ്ങൾക്ക് അറിയുന്നൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയധികം ചാപ്റ്റേഴ്സ് ഇരുന്ന് വായിക്കാൻ നോട്ട് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ടൈം അത്രയും വേസ്റ്റായി പോകും. അപ്പം നല്ലൊരു റാങ്ക് ഫെയിലാണ് ഇത് എനിക്ക് തോന്നി. അതുകൊണ്ട് പക്ഷേ ഇതിലേക്ക് എനിക്ക് അറിയാത്ത ഒരുപാട് പോയിൻറ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ കേട്ടോ. ജരോഗ ദർശനത്തിന് തുടക്കം കുറിച്ച മുഗൾ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ജരോഗ ദർശനത്തിന് തുടക്കം കുറിച്ചിട്ടുള്ള മുഗൾ ഭരണാധികാരി അക്ബർ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഈ ക്വസ്റ്റ്യൻ. പിന്നെ പറഞ്ഞിട്ടുള്ളത് അക്ബർനാമ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൻറി ബെവറിഡ്ജ്. ഇതും ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നുണ്ട്. ഞാൻ വായിക്കാത്തതിൻ്റെ പ്രശ്നമായിരിക്കാം. അക്ബർനാമ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഹെൻറി ബെവറിഡ്ജ്. ഇതൊക്കെ എനിക്ക് ഈ പുസ്തകത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ കുറച്ചധികം ഉണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, പിന്നെ പറയുന്നത് രാക്ഷസി തങ്കട യുദ്ധം, തളിക്കോട്ട യുദ്ധം എന്നും അറിയപ്പെടുന്നു. ഓക്കെ, ആ തളിക്കോട്ട യുദ്ധത്തിന് രാക്ഷസി തങ്കട യുദ്ധം എന്നും അറിയപ്പെടുന്നു. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് തളിക്കോട്ട യുദ്ധം കേട്ടിട്ടുണ്ട്. പിന്നെ പറയുന്നത് കുറച്ചധികം ഉണ്ട് എനിക്ക്. പിന്നെ വിജയനഗര നിർമ്മാണ കലകളിൽ മഹിമ വിളിച്ചുവന്ന 2 ക്ഷേത്രങ്ങൾ ഏതാണെന്ന് വെച്ചാൽ വിരൂപാക്ഷ ക്ഷേത്രവും വിത്തല ക്ഷേത്രം. വിത്തല ക്ഷേത്രം ഞാൻ കേട്ടിട്ടില്ല, പഠിക്കാത്തതുകൊണ്ടായിരിക്കാം. മേ ബി എനിക്കിത് ന്യൂ ആണെന്ന് തോന്നുന്നത്. പിന്നെ
പിന്നെ തന്നെ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും അറിയണ കുറച്ച് പോയിൻറ്റ്സ്. പിന്നെ എനിക്കിത് ഭയങ്കര ഒരു രസം തോന്നി ഇത് കേട്ടപ്പോൾ. ആദ്യമായിട്ട് കേൾക്കണ കുറേ വാക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ എണ്ണം ഞാൻ ടിക്കറ്റ് വെച്ചിട്ട് പറയാനായിട്ട് ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞത്. നോക്കുമ്പോൾ എവിടെ നിന്ന് ഏതാണെന്ന് അറിയാത്ത പോലെ ആയിപ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഓർഡറാണ് ശരിക്കും എനിക്ക് തെറ്റിപ്പോകുന്നത്. കാരണം ഓരോ ഭരണാധികാരികളുണ്ടല്ലോ ഡൽഹിയിൽ, സുൽത്താനേറ്റിലും മുഗൾ എംപയറിലൊക്കെ. അപ്പോൾ അതൊന്നും ഓർഡറാക്കിയിട്ട് കണക്ട് ചെയ്ത് ട്രിക്കും കോഡൊക്കെ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. പിന്നെ അത് ഇടയ്ക്കിടയ്ക്കൊന്നും റിവിഷൻ ചെയ്യാത്തതിൻ്റെ പ്രശ്നമുണ്ട്. ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് നമുക്കത് ഏരിയ കളയാനും പറ്റില്ല. കാരണം ഒരുപാട് മാർക്ക് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് നോക്കിയപ്പോൾ ഈ മിഡീവൽ ഇന്ത്യയിലും അതുപോലെ പ്രാചീന ഇന്ത്യ ഓക്കെ ആ ഒരു ഏരിയയിൽ നിന്നൊക്കെ അത്യാവശ്യം അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ വേൾഡ് ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ തന്നെ ഗ്രീക്കോ റോമൻ സിവിലൈസേഷൻ, പിന്നെ ഹരപ്പ, മെസപ്പൊട്ടോമിയ, എന്തോരം ക്വസ്റ്റ്യൻസാണ് വന്നിരിക്കുന്നത്. കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്നത്തോടെ എൻ്റെ പഠിപ്പ് ഇത് ഫുള്ള് തീർന്നു എന്നുള്ള വീഡിയോ അല്ല കേട്ടോ അത്. ഇനി എനിക്ക് അടുത്തത് പഠിക്കാനുണ്ട്. അപ്പോൾ എന്താണ് പിന്നെ എക്കണോമിക്സ് ഞാൻ അന്ന് പറഞ്ഞപ്പോൾ ടോപ്പിക്സ് തീർത്തിട്ടുണ്ട്. അധികം ഒന്നും ഉണ്ടായിരുന്നില്ല പഠിക്കാൻ. ഡിഗ്രിയുടെ റാങ്ക് ഫയലാവുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് പോകുന്നുണ്ട്. അത്രയും നമുക്ക് ഡീറ്റെയിൽഡ് വേണം. പക്ഷേ നമുക്ക് നല്ല റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ആൻസർ അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത്രയുണ്ട് അതിൽ നിന്നും. ഇനി അടുത്ത ചിലപ്പോൾ ഞാൻ നാഷണൽ ഇൻകം നോക്കും. എക്കണോമിക്സിൻ്റെ നാഷണൽ ഇൻകത്തിൻ്റെ ആ ഭാഗം അത്യാവശ്യം വരുന്നുണ്ട്. പിന്നെ ഇതന്നെ നമുക്ക് ഗ്രീക്കോ റോമൻ സിവിലൈസേഷൻ എൻ്റെ പെൻഡിങ് ആയിട്ട് പോയിട്ടുണ്ട്. നന്നായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയാണ് ഇന്ന് നോക്കിയിട്ടുണ്ടായിരുന്നത്. നോക്കാൻ പോകുന്നതും ഓക്കെ ഫുള്ളായിട്ട് നോക്കിയിട്ടില്ല. ഇനിയിപ്പോൾ നോക്കാൻ പോകുന്നത് ഇനി എനിക്ക് ഈവനിങ്ങിന് ട്യൂഷൻ ക്ലാസ്സിലുണ്ട്. അവരുടെ രസമായിട്ട് എനിക്ക് പഠിക്കേണ്ടതായിട്ട് വരും. കാരണം 10ാം ക്ലാസ്സിലത്തെ 3ാമത്തെ ഹിസ്റ്ററി ചാപ്റ്റർ അത് ഈ കോളനി വൽക്കരണവുമായി ബന്ധപ്പെട്ടൊരു ചാപ്റ്ററാണ്. അത് നമ്മുടെ സിലബസിലുണ്ട്. അപ്പോൾ അതും ഇന്ന് ഞാൻ പഠിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ സ്റ്റഡി വ്ളോഗ്. എല്ലാവർക്കും യൂസ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു ചില സമയത്ത് നമുക്ക് ഇത് നിർത്തിപ്പോയാലോ അല്ലെങ്കിൽ പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ നമുക്ക് എങ്ങനെയെങ്കിലും മൈൻഡൊന്ന് സെറ്റാക്കിയിട്ട് വീണ്ടും പഠിക്കാനായിട്ടിരിക്കുക. ഞാനൊരു കുഞ്ഞു മോളുള്ളതാണ്. ചില സമയത്ത് നമുക്കൊന്നും തോന്നില്ല പഠിക്കാനായിട്ട്. എത്രയോ പഠിച്ചിരുന്ന ആൾക്കാരാണ്. പക്ഷെ ചില സമയത്തൊക്കെ സ്റ്റക്കായ ഒരവസ്ഥ കാണുമ്പോൾ ഭയങ്കര ബാഡായിട്ട് തോന്നും. പക്ഷെ ചില ദിവസം നല്ലതായിട്ട് പോകും. നാളത്തെ ദിവസം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഡെയിലി എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവാം. സിലബസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളും കറണ്ട് അഫെയർ മസ്റ്റായിട്ട് നോക്കാതിരിക്കരുത്. പിന്നെ സിലബസിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് പോകാനായിട്ട് നോക്കുക. മാസങ്ങളുണ്ടല്ലോ എന്ന് വെച്ചിട്ട് സ്ലോ ആയിട്ടും പോകണ്ട. അത്യാവശ്യം കവർ ചെയ്ത് നോക്കുക. എല്ലാവർക്കും പഠിക്കാൻ പറ്റട്ടെ. താങ്ക് യു.